ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം സന്തോഷപ്രദമായിട്ടുള്ള ഒരു ദിവസമാണ്. ഞാനിന്ന് നാട്ടിലോട്ട് പോവാണ്. ഇന്ന് എൻ്റെ കുവൈറ്റിലെ ലാസ്റ്റത്തെ ദിവസമാണ്. ഞാനിപ്പോൾ എല്ലാം പെട്ടിയെല്ലാം റെഡിയാക്കി എയർപോർട്ടിലോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. എയർപോർട്ടിലോട്ട് ഇപ്പോൾ തന്നെ വണ്ടി വരും. വണ്ടി വന്നാൽ ഉടനെ തന്നെ എയർപോർട്ടിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എയർപോർട്ടിൽ പോകുന്നതും എയർപോർട്ടിൽ നിന്ന് വീട് വരെ എത്തുന്നുള്ള കാഴ്ചകളാണ്. എൻ്റെ വീട് ഇടുക്കിയിൽ കട്ടപ്പനയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. കൊച്ചു കാമാക്ഷി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടം വരെയുള്ള അത്യാവശ്യം ഒരു അരമണിക്കൂറിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനോടത്ത് കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വരും. എന്നാലും ബാക്കിയുള്ള അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തും. പിന്നെ എയർപോർട്ടിൽ ചെല്ലുന്നതും അതുപോലെ തന്നെ എയർപോർട്ടിൽ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ ക്യാൻസലേഷൻ ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ നമുക്ക് ക്യാമറ അലോഡ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് അലോഡ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ക്യാമറ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഞാനിവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ പെട്ടി റെഡിയായി, പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു പെട്ടി, ഇതൊരു പെട്ടി, അതുപോലെ ഇതൊരെണ്ണം, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബാഗ്, അതുപോലെ ഇതൊരു ഹാൻഡ് ബാഗ്. ഇത്ര സംഭവമാണ് റെഡിയാക്കിയേക്കുന്നത്. അപ്പോൾ ഇത്ര റെഡിയാക്കിയിട്ട് ഞാനിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇൻട്രോ എടുത്തെന്നുള്ളതുള്ളൂ. ഇനി നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അതുപോലെ തന്നെ നാട്ടിൽ ചെന്നിട്ടുള്ള കാഴ്ചകളും. ഇനി പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അടുത്തത് നമ്മൾ ട്രാവൽ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് എയർപോർട്ടിൽ പോകാത്തവർക്ക് ഒരു എക്സ്പീരിയൻസ് ആവും ഇത്. ഞാൻ ജസ്റ്റ് എയർപോർട്ടിൽ വരെ ഒന്ന് പോകുന്നതും അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന ആ ഭാഗങ്ങളും എൻ്റെ വീട്ടിലോട്ട് പോകുന്ന സ്ഥലങ്ങളും ഒക്കെയാണ് നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനകത്ത് പറഞ്ഞാൽ പാസ്പോർട്ടും അതുപോലെ തന്നെ എൻ്റെ ടിക്കറ്റ്, അതുപോലെ ഒരു ഗ്ലാസ്, നമ്മുടെ ഒരു ചെറിയൊരു ക്യാമറ, ഇത്ര സാധനങ്ങളാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. ബാക്കി ഇതിനകത്ത് ഗിംബൽ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്താണ് വെച്ചേക്കുന്നത്. ബാക്കി നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം ലഗേജുകൾ ഈ ഒരു രണ്ടെണ്ണത്തിനകത്ത്. ഇതിനകത്തൊരു ബ്ലാങ്കറ്റാണ്. പിന്നെ ഇത് നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്യാനുള്ളത്. ഇത് ഞാൻ ഈ ഒരു ബാഗിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഓക്കെ, ബാക്കിയുള്ള നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഇപ്പം ഓൾറെഡി ഇവിടെ എയർപോർട്ടിൽ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടുന്ന് 5:45 ഫ്ലൈറ്റ്. എനിക്ക് ഇനി ഒരു 2-3 മണിക്കൂർ കൂടെ ഉണ്ട്.
ഇപ്പം ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ പേരുണ്ട്. ജസീറ എന്ന് പറയുന്ന ഫ്ലൈറ്റാണ്. വലിയ നല്ല ഫ്ലൈറ്റൊന്നും അല്ല, എന്നാലും അത്യാവശ്യം ഈ ഒരു കുഴപ്പമില്ല. ഞാൻ ഫ്ലൈറ്റിനുള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 3 മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. എനിക്ക് മാക്സിമം പറ്റുന്ന അത്രയും കാഴ്ചകൾ ഞാൻ പകർത്തി മുമ്പിലോട്ട് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി പുറത്തെ കാഴ്ചകളൊന്നും വലിയ കാര്യമായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടിയിട്ടുണ്ട്. ഇവിടെ 5:45 ആകുമ്പോഴത്തേനും ഇപ്പോൾ രാത്രിയാകുന്നു. ഞാനിപ്പോൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അകത്ത് കയറിയിട്ട് നമ്മുടെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സീറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ഫ്ലൈറ്റാണ്. അത്യാവശ്യം സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു ഫ്ലൈറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ജസീറയ്ക്ക് വരുന്നത്. ഇതിന് മുമ്പ് ഞാൻ കണക്ഷൻ ഫ്ലൈറ്റിനാണ് കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. ഈ ഫ്ലൈറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഫ്ലൈറ്റാണ്. ഓക്കെ, നമുക്ക് ചാർജ് ചെയ്യാനുള്ള USB പോർട്ട്, അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ള സംവിധാനം, സാധാരണ ഫ്ലൈറ്റുകളിലുള്ള എല്ലാ സംവിധാനവും കേട്ടോ. ഓക്കെ, അതിന് ആൾക്കാർ ഫുള്ളുണ്ട്, നിറയെ ആൾക്കാരുണ്ട്. ഔട്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട് സൈഡ് രാത്രിയായി. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഒന്നും കാണാനില്ല. كل المقاعد. فإن كانت هناك حالة إخلاء للطائرة فوق الماء أخرج سترة النجاة من الكيس، مررها فوق رأسك بهذا الشكل، واربط الحزام من الأمام. انفخ سترة النجاة بسحب المنفض الأحمر إلى الأسفل. لا تنفخ السترة بالهواء داخل الطائرة، انفخها فقط عند مغادرتها. يمكنك أيضا استعمال الأنبوب المطاطي الأحمر لملء السترة بالهواء عند الضرورة. كما أن هناك مصباح متصل بالسترة لتبقوا على اتصال. إذا كنتم ستغادرون. Ladies and gentlemen, please pay attention to the following safety briefing demonstrated by the crew. Before we depart, we would like to give you some information about our aircraft. The safety instruction card which you find in the seat pocket show you the emergency exits and how to use the life jackets. Your seat. In case of water evacuation, remove the life jacket from the pouch. Place the life jacket over your head like this and flip the tape around your waist. The life jacket is inflated by pulling down sharply on the attach.
നമ്മളിപ്പോൾ കുവൈറ്റിൻ്റെ മുകളിലെത്തി. കുവൈറ്റിൻ്റെ ഒരു ആകാശ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കുവൈറ്റാണ് കേട്ടോ. മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് കാണാൻ ഏറ്റവും സെറ്റപ്പ്. കാരണം ലൈറ്റിങ് ലൈറ്റിങ്ങിലൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ ലൈറ്റ് സെറ്റപ്പാണ്. നമുക്ക് മുകളിൽ കയറുന്നവരെയുള്ള കാഴ്ച കാണാം. അതിനുശേഷം നമ്മൾ ദുബായിക്കൊക്കെ മുകളിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ദുബായിലെ ആ ഒരു ലൈറ്റിങ് കാഴ്ചകളൊക്കെ നമുക്ക് ലൈറ്റ് കാണാൻ സാധിക്കും. ദുബായ് മുകളിൽ കൂടെ പോകുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ ലൈറ്റിങ് കാണാനായിട്ട് സാധിക്കും. അത് നമുക്കിതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. എനിക്ക് ആ സമയത്ത് ഞാൻ കാണുകയാണെങ്കിൽ അതും കൂടെ പിടിച്ചതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുവൈറ്റിൽ നിന്ന് ഏകദേശം ഒരുപാട് മുകളിലെത്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാഴ്ചകൾ തുടർന്ന് കണ്ടു. അപ്പോൾ ഇപ്പം നമ്മൾ താഴെ കാണുന്നതാണ് ദുബായ് കേട്ടോ. ദുബായിയുടെ പാംദേരയാണ് കാണുന്നത്. പാംദേര ജുമേര ബീച്ചിൻ്റെ സൈഡാണ്. അതുപോലെ തന്നെ ദേരയാണ് കാണുന്ന റൗണ്ടിൽ പനയാകൃതിയിലുള്ള ബിൽഡിങ് കാണുന്നത്. ഞാനിത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിടിച്ചതാണ്. ഞാൻ ഒന്ന് കണ്ണൊക്കെ അടച്ച് തുറന്നപ്പോഴത്തേക്കും ദുബായ് എത്തി. അപ്പോൾ ദുബായിലാണ് ഈ കാണുന്നത്. ഈ താഴെ കാണുന്ന ലൈറ്റിങ് കാണുന്ന അപ്പം മൊത്തം ദുബായിയുടെ ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളിപ്പം കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെത്തി. ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഇതിനിടയ്ക്കൊരു സംഭവമൊക്കെ ഉണ്ടായി കേട്ടോ. ഈ ഫ്ലൈറ്റ് ഒന്ന് നല്ല പോലെ കിടന്ന് കുലുങ്ങി എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ഇതുവരെ എൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഫ്ലൈറ്റ് നന്നായിട്ട് വട്ടം കിടന്ന് ഇങ്ങനെ 2-3 കുലുക്കം കുലുങ്ങി എല്ലാവരും കാറി വരണ്ട് പോയി കേട്ടോ. ആ ഫ്ലൈറ്റിലുള്ള എല്ലാവരും തന്നെ വിളിച്ച് കാറിക്ക്. അത്രയധികം ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാരണം തിരിച്ചിറങ്ങുമെന്ന് പോലും പ്രതീക്ഷിച്ചല്ല. അത്ര വലിയ ഇതാണ്. പിന്നെ ഈ ഫ്ലൈറ്റ് ഇപ്പോൾ താന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇതാണ് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു ഇതാണ് ടേക്ക് ഓഫും ടേക്ക് ഓണും. അപ്പം ഓൾറെഡി ഇപ്പോൾ ടേക്ക് ഓഫ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കൊച്ചി ആ ഒരു ഏരിയയാണ്. നമ്മൾ എറണാകുളം ആ സൈഡാണ് ഈ കാണുന്ന ആ ലൈറ്റ്, ചെറിയ ലൈറ്റ് കാണുന്നത്. ഒരുപാട് മുകളിലാണ്. താഴെ നമുക്ക് ചെറിയ ലൈറ്റുകൾ കാണാം. ഇപ്പോൾ എയർപോർട്ടിലെത്തി ഇനിയിപ്പോൾ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി വീട് വരെയുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാം കേട്ടോ. മൊത്തം കംപ്ലീറ്റ് ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയേക്കാം. മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ വീഡിയോ തീർക്കുന്ന രീതിയിൽ ഓടിച്ചോടിച്ച് വിട്ട് കാണാം കേട്ടോ.
സമയം 12:45. നമ്മളിവിടെ എയർപോർട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കൊച്ചിൻ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും വീട്ടിലോട്ട് പോകുന്ന കാഴ്ചകൾ. ഇത് നമ്മുടെ ഒരു സുഹൃത്താണ് കേട്ടോ. നമ്മൾ കുവൈറ്റിൽ നിന്ന് ഇവിടെ വരെയുള്ള ഒരു പരിചയമുണ്ട്. പുള്ളി ഒരു ഡാൻസറാണ്. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ഞാൻ പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ പുള്ളിയുടെ വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഇടുന്നതായിരിക്കും. പേരെന്നായിരുന്നു പറഞ്ഞത്? രാജേഷ് എന്നാണ് പേര്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് കാണും. വലിയൊരു ഡാൻസറാണ്. ഇപ്പോൾ കുവൈറ്റിലാണ്. കൊറിയോഗ്രാഫർ ഡാൻസറാണ്. നിങ്ങളുടെ ഡാൻസിൻ്റെ പേരിന് ഡി കെ ഡാൻസ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ഡാൻസിൻ്റെ ഓണറാണ്. ഓക്കെ, പുള്ളി ഇപ്പം കുവൈറ്റിലാണ്. അതുപോലെ തന്നെ പുള്ളി ഇവിടെ നാട്ടിൽ പുള്ളിയുടെ മോള് ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പം ഇത് നല്ല കിടിലൻ ഡാൻസുകളാണ്. ഡാൻസുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് നാട്ടിലോട്ട് നമുക്ക് വീട് വരെയുള്ള കാഴ്ച കാണാം. നമ്മളങ്ങനെ ഫൈനലായിട്ട് കൊച്ചിയിലെത്തിയേക്കാണ്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. എൻ്റെ പൊന്നെ, ഇന്നൊരു സംഭവം ഉണ്ടായി. ഫ്ലൈറ്റിൽ വന്ന സമയത്ത് ഒരു 1.5 കുലുക്കം. ആകെ പെട്ടുപോയി. ഒന്നും പറയണ്ട മക്കളെ, പെട്ടുപോയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്ലൈറ്റ് നന്നായിട്ട് കുലുങ്ങി കേട്ടോ. എന്തുമായാലും ജീവനും കൊണ്ട് ഇവിടെ എത്തിയത് ഭാഗ്യമൊന്നും കൂടിയാണ്. അതുപോലെ പേടിച്ച് വരണ്ടു പോയി. ഓക്കെ, പുറത്തിറങ്ങിയിട്ട് കാണാം കേട്ടോ. ഇനി ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് കാണാം. അപ്പോൾ ഡ്യൂട്ടി ഫ്രീയിലെത്തി. കുറച്ച് മുട്ടായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ കുവൈറ്റിൽ നിന്ന് വെയിറ്റ് കൊള്ളാണ്ട് ഞാൻ മുട്ടായി ഒന്നും വാങ്ങിയില്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മുട്ടായി അങ്ങനെയുള്ള ഐറ്റംസും പിന്നെ 2 ബോട്ടിലും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മൾ വണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബ്രദറും വന്നിട്ടുണ്ട്. അപ്പോൾ ആൾട്ടോ ആണ് വണ്ടി. ഓക്കെ, പൊട്ടുന്ന സാധനം മതി മാത്രമേ ഉള്ളൂ. അല്ല, അതിനകത്ത് നല്ല ഫ്രണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ബാക്കിയുള്ളത് കാണാം. അതിനുശേഷം റൂം എടുത്തിട്ടുണ്ടോ? അപ്പോൾ റൂമിൽ പോയിട്ട് ഇവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട്. ആ റൂമിനകത്ത് കുറച്ച് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്നലെ ഒരുപാട് വൈകിയാണ് വന്നത്. നമ്മളൊരു 12:45 എയർപോർട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ രാത്രി പിന്നെ വണ്ടി ഓടിക്കുക. ഇവിടുന്ന് ഒരു 3-3.5 മണിക്കൂറോളം നമുക്ക് പോകാനുണ്ട് വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ഓയിൽ റൂം എടുത്തു. ഓയിൽ റൂം എടുത്തിട്ട് ഞങ്ങൾ രാത്രിയിൽ ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങി. ഇപ്പോൾ എഴുന്നേറ്റ് ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട്. പക്ഷെ അമ്മ 2 പേരും ഉറങ്ങിയിട്ടില്ല. അതാണ് റൂം ഷൂട്ട് ചെയ്യാത്തത്. റൂം നമുക്ക് പിന്നീട് കാണാം. ഇപ്പോൾ ഞാൻ പുറത്തോട്ട് ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാൻ ഓർത്തുകൊണ്ട് പോവാണ്.
താമസിച്ച റൂമിൻ്റെ അടുത്തൊക്കെ ചായ കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നു വന്നു. അപ്പോൾ നമ്മളിവിടെ ശങ്കരാചാര്യ മഠത്തിൻ്റെ അടുത്ത് വന്നു. ഇവിടുന്ന് ഒരു 100 മീറ്റർ അങ്ങോട്ട് നടന്നാൽ മതി. ഞാനിവിടെ തൊട്ടടുത്ത് കടയുണ്ടാവും. ആ കടയിൽ ചായ ഉണ്ടോ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ മഠത്തിൻ്റെ അടുത്തൂടെ നടന്ന് ഇപ്പോൾ അടുത്തോട്ട് പോകും. ആഹാ, എന്തൊക്കെ സൂപ്പർ ചായ. എങ്ങനെ ഉണ്ടോ പുട്ട്? നല്ല പുട്ട് കേട്ടോ. കേരളത്തിൽ സൂപ്പർ സൂപ്പർ. ലക്ഷ്മണ അടിപൊളി. അവിടെ നിന്റെ തന്നെ കഴിക്കുന്നത്? അടിപൊളി ഇഡ്ഡലിയാണ്. നല്ല സൂപ്പർ പുട്ടാണ്. എന്താ സംഭവം? നാടൻ ഇഡ്ഡലി. ഇഡ്ഡലി കാണിച്ച് കൈമാറ്റി. നല്ല വെജിറ്റബിൾ പൂ പോലത്തെ ഇഡ്ഡലി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നാലേ ഈ സംഭവം കിട്ടുള്ളൂ. സംഭവം ഞാൻ മേടിച്ചേക്കുന്നത് പൂരിയാണ്. പൂരി. അപ്പം ഞാനിങ്ങനെ ഇട്ടിപ്പള്ളി പൂരി ഉണ്ടോ? സൂപ്പർ സാധനം. റെക്കോർഡിങ് പോയി. അടിപൊളി പൂരി. നല്ല സൂപ്പർ പൂരി. ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ വരണം. മറ്റൊന്നും ഈ സാധനം കിട്ടത്തില്ല. ഇങ്ങനെ ശകല ഈ മസാലയെല്ലാം മുക്കി ഇതിലൊക്കെ മുക്കിയിട്ട് ഇവിടെ വെച്ചു. അപ്പോൾ നല്ല സൂപ്പർ കിടക്കാൻ ഫുഡായിരുന്നു. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഫുഡായിരുന്നു. എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങും. ഇത് നമ്മുടെ കാലടി പാലം. അപ്പൊ ഞങ്ങൾ ഏകദേശം പെരുമ്പാവൂരിൽ എത്താറായി. അപ്പൊ നീ അവിടെ ബാഗിൽ തന്നെ എടുക്കുക. ഉറക്കമാണോ? ഉറപ്പമല്ല. ബ്രോ ഇവിടെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നു. രാവിലെ നമ്മുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടിയിരിക്കുകയാണ്. രാവിലെ ചൂടില്ല, ശക്തമായ ചൂടാണ്. പെരുമ്പാവൂർ ഇതിന്റെ ഭാഗ്യം ഒരു ഗുണമുണ്ടോ? തല കക്കാനൊക്കെ നല്ല
എങ്ങനെയുണ്ട് കഷ്ണ? നല്ല പഴമാണ്.